കോഴിക്കോട്, വയനാട് ജില്ലകളുടെ സമഗ്ര വികസനത്തിനുതകുന്ന ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കും. പദ്ധതിക്ക് ആവശ്യമായ പാരിസ്ഥിതിക അനുമതിക്കായുള്ള അവസാനവട്ട ഹിയറിംഗ് ജനുവരിയിൽ നടക്കുമെന്നാണ് സൂചന. കോഴിക്കോട്, വയനാട് ജില്ലകളുടെ സമഗ്ര വികസനത്തിനുതകുന്ന ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കാനാവുമെന്നാണ് പ്രതീക്ഷ. പദ്ധതിക്ക് ആവശ്യമായ പാരിസ്ഥിതികാനുമതിക്കുള്ള അവസാനവട്ട ഹിയറിംഗ് ജനുവരിയിൽ നടക്കുമെന്നാണ് സൂചന. സ്റ്റേറ്റ് എൻവയറൺമെൻറ്റ് ഇമ്പാക്ട് അസസ്മെൻറ്റ് കമ്മിറ്റിയുടെ മീറ്റിംഗിൽ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ മറ്റ് തടസ്സങ്ങളില്ലാതെ പ്രവൃത്തി ആരംഭിക്കാനാവും. ശാസ്ത്രജ്ഞർ, പരിസ്ഥിതി പ്രവർത്തകർ, ജനപ്രതിനിധികൾ, IAS ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അടങ്ങുന്നതാണ് ഈ കമ്മിറ്റി. വർഷത്തിൽ 2-3 തവണ യോഗം ചേരുന്ന ഈ കമ്മിറ്റി കഴിഞ്ഞ തവണ യോഗം ചേർന്ന ശേഷം കമ്മിറ്റി അംഗങ്ങൾ പദ്ധതി പ്രദേശം സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ഈ കമ്മിറ്റി കൂടുതൽ വിവരങ്ങൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ നൽകുകയും ചെയ്തു. അതിനിടെ വയനാട്ടിൽ ഉൾപ്പെടെയുണ്ടായ ഉരുൾപൊട്ടൽ പദ്ധതിക്ക് അനുമതി ലഭിക്കുന്ന കാര്യത്തിൽ ആശങ്കയും ഉണർത്തുന്നുണ്ട്. തുരങ്കപാത നിർമ്മാണം ഈ വർഷം ആരംഭിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ജൂണിൽ നിയമസഭയിൽ അറിയിച്ചിരുന്നു. നിയമസഭയിൽ ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. കിഫ്ബി പദ്ധതി ഉൾപ്പെടുത്തിയാണ് തുരങ്കപാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കുക. ടെൻഡർ ഇറക്കുകയും വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ടെക്നിക്കൽ ബീഡിൻ്റെ പരിശോധന ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ സ്ഥലമേറ്റെടുപ്പും പൂർണ്ണമായി പൂർത്തിയായി. 8.1 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇരട്ട തുരങ്കം രാജ്യത്തെ നീളം കൂടിയ 3ാമത്തെ പാതയാണ്. 10 മീറ്റർ വീതമുള്ള 4 വരിയാണ് പാത. 300 മീറ്റർ ഇടവിട്ട് ക്രോസ് വേകളും ഉണ്ടാവും. ഏതെങ്കിലും അടിയന്തര സാഹചര്യമുണ്ടായാൽ ഗതാഗതം നിലയ്ക്കാതിരിക്കാനാണിത്. തിരുവമ്പാടി പഞ്ചായത്തിലെ ആനക്കാമ്പൊയിൽ മറിപ്പുഴയിൽ നിന്നാരംഭിച്ച് വയനാട് ജില്ലയിലെ കള്ളാടി മീനാക്ഷി ബ്രിഡ്ജിൽ അവസാനിക്കുന്നതാണ് പാത. മറിപ്പുഴയിൽ നിർമ്മിക്കുന്ന വലിയ പാലം അവസാനിക്കുന്നിടത്തു നിന്നാണ് തുരങ്കം ആരംഭിക്കുക. 1643.33 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നതാണ് ഇരട്ട തുരങ്കപാത. ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് കുറുകെ 93.12 കോടി രൂപ ചെലവിൽ ആർച്ച് പാലവും 4 വരി സമീപന റോഡും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. 2 ഘട്ടമായാണ് ടെൻഡർ ക്ഷണിച്ചിരുന്നത്. പാതയ്ക്ക് 2138 കോടി രൂപയുടെ ഭരണാനുമതി നേരത്തെ ലഭിച്ചിരുന്നു. 1ാം പിണറായി സർക്കാരിൻ്റെ 100 ദിന കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതി 2020 ഒക്ടോബർ 5-നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത്. പദ്ധതിക്ക് ഉപയോഗിക്കുന്ന വനഭൂമിക്ക് പകരം 17 ഹെക്ടറിൽ വനം ഒരുക്കുമെന്ന നിബന്ധനയോടെയാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം തുരങ്കപാതയ്ക്ക് പ്രാഥമിക അനുമതി നൽകിയത്. 34.31 ഹെക്ടർ വനഭൂമിയാണ് ഏറ്റെടുക്കുക. വനഭൂമിയിൽ നിർമ്മാണ പ്രവൃത്തികൾ പരമാവധി ഒഴിവാക്കും. ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം നൽകാനുള്ള ഭൂമി വയനാട് ജില്ലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സൗത്ത് വയനാട് ഡിവിഷനിലെ ചുള്ളിക്കാട്, കൊല്ലിവയൽ, മടപ്പറമ്പ്, മണൽവയൽ വില്ലേജുകളിലായാണ് 13.263 ഹെക്ടർ ഭൂമിയിൽ മരം നടുക. ഇത് റിസർവ് വനമായി വിജ്ഞാപനം ചെയ്യും. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.